ഇയാള് പിന്നെ ആളുകളൊക്കെ വിശ്വസിച്ചു പോകുന്ന രീതിയിലുള്ള വലിയൊരു സംഭവം പറയുന്നുണ്ട്. ഒരു ഒരു ഇമോഷണൽ ഒരു ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നുണ്ട് അയാള്. അതായത് കോട്ടുമല ഉസ്താദ് അവസാന കാലത്ത് സുപ്രഭാതത്തിന്റെ പോക്ക് കണ്ടിട്ട് വളരെ മനോവേദനയിലായിരുന്നു എന്നും, അതേപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ വിളിച്ച് ഇദ്ദേഹത്തോട് ഉസ്താദ് സുപ്രഭാതത്തിന്റെ നിലവിലെ അവസ്ഥകളെ കുറിച്ച്, വളരെ പരിതാപകരമായ അവസ്ഥയെ കുറിച്ച് വളരെ വേദനയോടെ കരഞ്ഞു സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയണത്. അതിനെക്കുറിച്ച് ഇപ്പൊ താങ്കൾ സലാം സാഹിബ് ഉസ്താദിന്റെ മോളുടെ ഭർത്താവ് എന്നതിലുപരി ഉസ്താദിന്റെ കൂടെ അവസാന സമയത്ത് കൂടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായിരുന്ന ആള് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ യോഗ്യനും താങ്കൾ തന്നെയാണ്. ഈ വിഷയത്തെ കുറിച്ച് താങ്കളുടെ ഒരു പ്രതികരണം? ചെയ്യാവുന്നത് കാരണം എന്താ വെച്ചാല് ഉസ്താദ് പിന്നെ സുപ്രഭാതം ആ തുടങ്ങുന്ന സമയത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി വലിയൊരു വിജയത്തിലേക്ക് എത്തിയത് വളരെയധികം സന്തോഷത്തിന് ഉസ്താദ്. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ പത്രത്തിന്റെ എഡിഷൻ തുടങ്ങുന്നത് സജീവമായി ചർച്ച ചെയ്ത് ആ സമയത്ത് ഉസ്താദ് ഗൾഫ് പോയി, ദുബായിലായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് 2 ദിവസം മുമ്പ് ഉസ്താദ് യുഎഇ നാട്ടിൽ വന്ന്. ആ സമയത്ത് സജീവമായിട്ട് ചർച്ച ചെയ്ത കാര്യമാണ് യുഎഇയിൽ എഡിഷൻ തുടങ്ങാമെന്ന്. അന്ന് ചർച്ച തുറക്കിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഉസ്താദ് 2 ദിവസം മുമ്പ്, ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് 2 ദിവസം മുമ്പ് വന്ന്. അന്ന് പനിയായിട്ടാണ് വന്നത്. ആ പനി തുടങ്ങി 2 ദിവസം ഉസ്താദ് എല്ലാ കാര്യങ്ങളും വെക്കാണ്ടിരുന്നു. അപ്പൊ അന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും, അതായത് അന്ന് ഞാൻ കോഴിക്കോടാണ്, ഒരു വ്യാഴാഴ്ചയാണ് അന്ന് ഉസ്താദ് ഗൾഫിൽ നിന്ന് വന്നത്. വ്യാഴാഴ്ച രാത്രി വന്നു. വെള്ളിയാഴ്ച രാവിലെ ഞാനും വൈഫും കൂടി തൊട്ടടുത്ത് തന്നെയല്ല, അടുത്ത് പോയിരുന്നു. അപ്പൊ നല്ല പനിയാണ്, ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ശനിയാഴ്ചയാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയത്, മലപ്പുറത്തുള്ള ഹോസ്പിറ്റലിലാണ് പോയത്. പിന്നെ ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച പനി മാറുന്നില്ല. അങ്ങനെയാണ് ചെറിയ മോൻ ഡോക്ടർ അബ്ദുറഹ്മാൻ ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. അബ്ദുറഹ്മാൻ എക്സ്റേ എടുത്ത് റിസൾട്ട് അയക്കുകയും അബ്ദുറഹ്മാൻ മിംസിലുള്ള ഒരു ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. പരിചയ ഡോക്ടറാണ്, ഉടനെ വന്ന് അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി, തിങ്കളാഴ്ച രാത്രി എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഒന്ന് കോഴിക്കോട് ഓഫീസിലാണ്. അങ്ങനെ ഞാൻ മിംസ് വരുന്നുണ്ട്, അവിടെ വരെ വെച്ചിട്ട് അങ്ങനെ ഒരു രാത്രി 10 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തി. ഞാൻ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ഞാൻ മിംസിൽ പോയി. അന്ന് രാത്രി നേരം വെളുക്കുന്നവരെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി കാഷ്വാലിറ്റിയിൽ നേരം വെളുത്തതിന് ശേഷമാണ് ചൊവ്വാഴ്ച ICUക്ക് മാറ്റുന്ന ICUക്ക് മാറ്റിയത്. അങ്ങനെ 5 ദിവസം ICU കിടന്നു. അന്നൊന്നും ഈ ഉസ്താദ് ഹോസ്പിറ്റലിലായതോ ICUള്ളതോ പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആരും വരണ്ട, ഗൾഫിൽ പോയി വന്നതിന് ശേഷം കൂടുതൽ അറിവ് വന്നിട്ടില്ല, ഗൾഫിലാന്നുള്ള നിലക്കാണ്. ഹോസ്പിറ്റലായ കാര്യങ്ങൾ മിക്കവാറും ആളുകൾക്ക് അറിയില്ല. 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു ആശ്വാസം വന്നപ്പോൾ 5 ദിവസം ICU കഴിഞ്ഞ റൂമിക്ക് മാറ്റി. ആ റൂമിൽ 3 ദിവസമാണ് കിടന്നത്. ആ 3 ദിവസം ഞാൻ അവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ അതുമല്ല, സന്ദർശകര് ഈ ഒരു ഓക്സിജന്റെ ചെറിയ വിഷയം വന്നുകൊണ്ട് ഈ പുറത്തുനിന്ന്, അതായത് സന്ദർശകരൊന്നും അന്ന് കടത്തിയിരുന്നില്ല. അപ്പൊ ഉസ്താദ് ആ സമയത്ത് ഞങ്ങൾ ഒന്ന് രണ്ട് ആളുകൾ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം രോഗം ഒന്നും കൂടി മൂർച്ഛിക്കുകയും പിന്നെ ICUക്ക് മാറ്റി വെന്റിലേറ്റർ ആയതിനു ശേഷം 22 ദിവസമാണ് വെന്റിലേറ്റർ കിടന്ന് പിന്നെയാണ് മരണം ഉണ്ടായത്. ആ സമയത്ത് പ്രധാനപ്പെട്ട കാണാൻ പറ്റുന്ന ഹൈദരലി ശിഹാബ് തങ്ങള്, ജിഫ്രി മുത്തുക്കോയ തങ്ങള്, അന്ന് ഹജ്ജ് കമ്മിറ്റി മന്ത്രി KT ജലീല്, അങ്ങനെ പ്രധാന അലിക്കുട്ടിസ്ഥാന പ്രധാന ആളുകൾ മാത്രമേ അന്ന് സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ വന്നിട്ടുള്ളായിരുന്നു. മറ്റു പുറത്തുനിന്നാരും കുടുംബക്കാരെ ഉൾപ്പെടെ പുറത്തുനിന്ന് നമ്മളൊരു ഇൻഫെക്ഷൻ വേണ്ടായിട്ട് ഉള്ളിൽ വന്നിട്ടില്ല. അതായത് ആ സമയത്ത് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് UAE വന്ന സമയത്ത് നമ്മളൊക്കെ ഉസ്താദിനെ കണ്ടിരുന്നു. അന്ന് ഈ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട നല്ല ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ഉസ്താദിന് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, പിന്നെ ഹോട്ടലിൽ വെച്ചിട്ട് ഉസ്താദ് സംസാരിക്കുന്നത് ഞാനിപ്പോഴും എന്റെ കണ്ണ് കാണുന്നത് പോലെ ഉണ്ട്. ഈ വിഷയത്തിൽ പിന്നെ ബെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചത്. അതേപോലെ തന്നെ പിന്നെ ഒരു പക്ഷേ ഗൾഫ് സുപ്രഭാതം എന്ന ഈ ഒരു UAE എഡിഷൻ തുടങ്ങാൻ ഇത്ര ടൈം എടുത്തത് പോലും ഉസ്താദിന്റെ വഫാത്തായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇത് തുടങ്ങുമായിരുന്നു അല്ലേ? ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തീരുമാനമായിരുന്നു. ഉസ്താദ് ഇവിടുന്ന് ഗൾഫ് UAE നാട്ടിലേക്ക് മടങ്ങി 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസം അല്ലേ ഹോസ്പിറ്റലിലാവുന്നെന്ന് പറഞ്ഞ? അതെ, ഞാൻ പറഞ്ഞത് വ്യാഴാഴ്ച രാത്രി എത്തി. വെള്ളി ഹോസ്പിറ്റലിൽ പോലെ ശനി നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത്. പിന്നെ ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വൈകുന്നേരമാണ് രാത്രിയാണ് മിംസിൽ ഒന്ന് അഡ്മിറ്റ് ആക്കുന്നത്.
എന്നിട്ട് ഇതാണ് ഈ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് രോഗശൈലിയിൽ കിടക്കുമ്പോൾ ഇയാളോട് കരഞ്ഞുകൊണ്ട് സുപ്രഭാതത്തിന്റെ വിഷമഘട്ടങ്ങളെ കുറിച്ച്, അതായത് അതിന്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞത്. സാധാരണ അല്ല, ഉസ്താദ് വെന്റിലേറ്റർ ആയതിനു ശേഷമാണ് സാധാരണ ഈ പുറത്തത് അറിയുന്നത്. ഉസ്താദ് അഡ്മിറ്റ് ആയ വിഷയം, ഉസ്താദിന് രോഗമുള്ള വിഷയങ്ങൾ പുറത്തറിയുന്നതിന് ശേഷമാണ്. അതിനുശേഷം പിന്നെ ഒരു സന്ദർശകരും, അതായത് രാവിലെയും രാത്രിയും ഒരു രണ്ടാൾ കയറാനല്ലാതെ വേറെ ഒരു സന്ദർശകരും, നേരത്തെ പറഞ്ഞ പോലെ തങ്ങളിൽ തങ്ങളും ജിപി തങ്ങളൊക്കെ വന്നപ്പോ ഒന്നുള്ളിൽ കയറ്റി കാണിച്ചു കൊടുക്കും, അല്ല മറ്റു ഒരു സന്ദർശകരും അനുവദിച്ചിട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും വളരെ നന്ദി. പിന്നെ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ വിവരിച്ചു തന്നതിന് വളരെയധികം നന്ദി.